ഹായ്, ഞാൻ സ്നേഹ. ഇസൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ശരിക്കും ജെന്യുവൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർ വിട്ടിട്ട് പോവില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സൈനുകൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും, എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ്, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ പെണ്ണുങ്ങളല്ലേ, നമുക്ക് മനസ്സ് വായിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഉള്ളിൽ എന്താണ് ശരിക്കും ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല, ആൾ ഇട്ട് പോകാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോപ്പിക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവൾ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല, അത്രയും ജെന്യുവൻ ആണ്, അത്രയും നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുണ്ടാവുന്ന ഹാർഡ് ടൈംസിലൊക്കെ ഇവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അതായത് ഭയങ്കര ഹാർഡായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന മീൻസ് നിങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇവർ നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരിക്കലും ഇവർ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാതെ മറ്റൊരു ഇതിലേക്ക് പോകാൻ, അതായത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം അവർ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ പല ആളുകളിലും കാണാറുണ്ട്, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കും, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും, നമ്മളെക്കാൾ സന്തോഷം ചിലപ്പോൾ അവർക്കായിരിക്കും, അത്രയും സന്തോഷത്തിൽ നിൽക്കും. പക്ഷേ നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് ആളെ നമ്മുടെ പരിസരത്ത് പോലും കാണില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതൊന്നും യഥാർത്ഥമായിട്ടുള്ള ആളുകളല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര വിഷമം നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ എത്ര കരയുവാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര സാഡായി ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് തണലായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവൾ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. തൊട്ടടുത്ത് വരിക, നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നല്ല. ചിലപ്പോൾ ദൂരെയുള്ള ഒരു പെൺകുച്ചാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വിളിച്ച് സംസാരിക്കുക, അങ്ങനെ ഇമോഷണലി നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ആൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫോണൊക്കെ ഒന്ന് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഫോൺ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ജെന്യുവൻ ആയിട്ടുള്ളൊരു പെൺകുച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോൺ എടുത്താലും പ്രശ്നമില്ല, നിങ്ങളത് നോക്കിയാലും പ്രശ്നമില്ല. അപ്പോൾ അതായത് നിങ്ങളുടെ കയ്യിലെ ഫോൺ തരാൻ ആൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ആൾ ജെന്യുവനാണ്, കള്ളത്തരങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആളുടെ ഫോൺ നിങ്ങൾക്ക് നോക്കാം, അതായത് സംശയത്തോടെ ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്കിലും നിങ്ങൾക്ക് ആ ഫോൺ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ സംതിങ് ആൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, അതായത് മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് അർത്ഥം. നേരെ മറിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ആ ഫോൺ തരുന്നുണ്ടെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ലാത്ത, അതായത് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു പെൺകുച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ പെൺകുട്ടിയുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. അതായത് ആൾക്ക് ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ആൾ വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് എപ്പോഴും ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ആൾ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊരു പേഴ്സൺ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളാണ് അവർക്ക് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക. നേരെ മറിച്ച് അവർക്ക് ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറയാനോ മറ്റു പലരും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇതങ്ങനെ ഇല്ലാത്തതുകൊണ്ടല്ലേ, നിങ്ങളാണ് എല്ലാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മാത്രമായിട്ട് ആ കുട്ടി ചുരുങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജെന്യുവൻ ആണ്, നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, ചീറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, അവരുടെ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കുക. ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, ചീറ്റ് ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഫ്രണ്ട്സ് ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ അങ്ങനെ ആവുക എന്നുള്ളത് സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ആളുകളുടെ കൂട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നോർമലി ആ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഒരു സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സ്വഭാവത്തിലേക്ക് മാറും. അത് സ്വാഭാവികമാണ്, അങ്ങനെ ആയി പോവും. അപ്പോൾ ഇപ്പോൾ ചീറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളും മറ്റു പലരെയും ചീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് എല്ലാവരിലും ഉണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ് ചീറ്റ് ചെയ്യാത്ത നല്ല ആളുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഈ പെങ്കുച്ചും അതുപോലെ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് അവർ ചീറ്റ് ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവരെങ്ങനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. സോ ഫ്രണ്ട്സ് ഒന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട, ആൾ ജെന്യുവൻ ആവാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൈക്കോളജി മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കുക, ശരിക്കും നമ്മൾ ഒരു 2-3 ആൾക്കാർ, ഒരേ സ്വഭാവമുള്ള 2-3 ആൾക്കാരുടെ അടുത്തേക്ക് കൂട്ടുകൂടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലേക്ക് ആ ആളുകൾ വരുവാണ് ചെയ്യുക, നമ്മൾ അവരുടെ സ്വഭാവത്തിലേക്ക് മാറുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ആളുകൾ കൂടുതലുള്ളത്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ നമ്മൾ അവരുടെ സ്വഭാവത്തിലേക്ക് മാറുകയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചും സംഭവിക്കാറുണ്ട് കേട്ടോ. എങ്കിലും കൂടുതലും ഉണ്ടാവാറ് ആ സ്വഭാവത്തിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയാളുടെ ഫ്രണ്ട്സ് അങ്ങനെ ചീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ആ ഒരു പെൺകുട്ടി ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളും അവരെ അങ്ങനെ തന്നെ സ്നേഹിക്കുക. അല്ലാതെ ഇങ്ങോട്ട് മാത്രം സ്നേഹം കിട്ടിയാൽ പോലെ അങ്ങോട്ടും കൊടുക്കണം, അപ്പോഴേ റിലേഷൻഷിപ്പ് മനോഹരമാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്